ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സംഗൂസ് വേൾഡ്. ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ ഉള്ളി ദോശ. നമുക്ക് നോക്കാം ചെറുപയർ ഉള്ളി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പച്ചരി 1 ഗ്ലാസ് ഞാൻ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 1/4 ഗ്ലാസ് ചെറുപയർ അതുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉള്ളിയാണ്. ഉള്ളി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഉള്ളിയും പയറും അരിയും കൂടി നമുക്ക് നന്നായിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവൽ കുതിർത്തിട്ടും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അവൽ ചേർക്കുന്നത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ചെറുപയറും അരിയും ഉള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് ഇടിച്ചത്, നമ്മുടെ വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന ആ ചില്ലി ഫ്ലേക്സ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ പച്ചരിയും ഉള്ളിയും അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് പച്ചമുളകാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി മാവ് മിക്സ് ചെയ്തെടുക്കുക. ഇത് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പെട്ടെന്ന് അപ്പോൾ തന്നെ അരച്ചെടുത്തുണ്ടാക്കുന്ന ദോശയാണ്. ഇത് വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഇതിന് ഇപ്പോൾ സൈഡായിട്ട് നമുക്ക് തക്കാളി ചട്നിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയോ ഒക്കെ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം ഇതിൽ ചെറുപയറും ഉള്ളിയും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുത്തിട്ട് കാണാം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒപ്പം ഉപ്പും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മാവൊഴിച്ച് ദോശ ചുട്ടു നോക്കാം. അപ്പോൾ ദോശ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ഒരു സൈഡ് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കൊന്ന് പതുക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് എടുക്കാം. ഈ ദോശ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്തു കഴിയുമ്പോൾ ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അവൽ അരയ്ക്കുന്ന സമയത്ത് കുതിർത്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. വലിയ ഹാർഡൊന്നും ആവില്ല, എന്നാലും കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യുമ്പോൾ കുറച്ച് അവൽ കുതിർത്തത് ചേർത്ത് കൊടുത്ത് അരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അവലൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് ഇങ്ങനെയാണ് കഴിക്കാനിഷ്ടം. അപ്പോൾ നമുക്ക് ഫൈനൽ സ്റ്റേജ് ഒന്ന് കാണാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ദോശ റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒപ്പം സൈഡായിട്ട് നമുക്ക് ചട്നിയും യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായ നമ്മുടെ ചെറുപയർ ഉള്ളി ദോശ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് പറഞ്ഞണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി.